ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി ക്രീപ്പർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആങ്കർ SMP എന്ന് പറയുന്ന ഒരു സെർവറിലാണ്. ഇതൊരു മൾട്ടിപ്ലെയർ സർവൈവൽ സീരീസാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് 4-5 പേര് കൂടിയുണ്ട്. ഈ സെർവറിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് AppNodeYT എന്ന് പറയുന്നൊരു ബ്രോയാണ്. ഗൈസ്, ഇതിൻ്റെ തുടരെ വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് പറ്റാവുന്ന മച്ചന്മാരോടൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പവർ കാണിക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ചെയ്യുന്ന പോലെ ആദ്യം തന്നെ നമുക്കിത് മരം വെട്ടി ആരംഭിക്കാം. നല്ല ലാഗ് ഉണ്ടായിരുന്നു ഗൈസ്, കുഴപ്പമില്ല. നമ്മൾ മരം വെട്ടി ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ലാഗൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് സുഖമായിട്ട് കളിച്ച് സെറ്റാക്കാൻ പറ്റിയ പവറായ ഒരു യൂട്യൂബ് ചാനലാണ്. നമ്മൾ മരമൊക്കെ വെട്ടി നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ. റേഞ്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇങ്ങനെ മരം മുറിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ മരം മുറിക്കുകയാണ്. 2 മരം തൊട്ടടുത്താണ് നമ്മൾ 2 മരം നമ്മൾ പൊട്ടിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം. പറ്റാന്നൊക്കെ പിന്നെ ഇവിടെ മഴയുണ്ട് ഗൈസ്. നമുക്ക് മൈൻക്രാഫ്റ്റ് വഴി മഴയാണ് ഗൈസ്. എനിക്ക് ഒന്നാമത് ദിവസം മഴയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ മഴ പെയ്ത് നമ്മളിനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും ഗൈസ്. എന്താ അറിയില്ല, Java+P1 സെർവറിലൊക്കെ ഇങ്ങനെയാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ലാഗ് അടിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് സുഖമായിട്ട് കളിച്ച് സെറ്റാക്കാം. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലെടുത്തിട്ടുണ്ട്. ടോംസ് മച്ചാൻ അവിടെ താഴ്ത്തി വെക്കേണ്ടിയിരുന്നു. അങ്ങോട്ട് പോയി പ്രേതവും ഭൂതമല്ലായിരുന്നു. കുറച്ച് കോളെടുത്ത് കയ്യിലെടുക്കാം ഗൈസ്. അപ്പോൾ പുറത്തൊക്കെ മഴ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ച് താമസിക്കുകയാണ് ഗൈസ്. രാത്രിയാണ്. നമ്മൾ കട്ടിലോലും ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ചെയ്യാനാണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ടോർച്ചുണ്ട്. നമുക്ക് ഇത്തിരി ഇത് വലുതാക്കിയാലും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടുത്തെ കോളൊക്കെ മാറ്റിയിട്ട് എന്തായാലും രാത്രി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം നമുക്ക് മൈൻ ചെയ്ത് സെറ്റാക്കാം. ഇത് കോള് നമുക്ക് ഇവിടെ കുറേ കിട്ടുന്നുണ്ട്. അയ്യോ, ബ്ലോക്ക് കൂട്ടി ചാത്തന്മാർ ഇറങ്ങി വരും ഗൈസ്. സോംബിയൊക്കെ ആരെങ്കിലുമൊക്കെ ചാടി വരും. ഓ, ബ്ലോക്കില്ല. അവിടെ പിക്കാക്സ് അവിടെ പിക്കാക്സ്. അതന്നെ പിക്കാക്സ് കിട്ടി. സ്റ്റോൺ പൊട്ടിച്ച് ഗ്രാവല് ഗൈസ്. ഇത്ര പൊട്ടുന്ന ഗ്രാവല് കിട്ടി ഗൈസ്. എവിടുന്നാണെന്ന് അറിയില്ല. നമുക്ക് ഗ്രാവലൊക്കെ വന്നു ഈ സംഭവം. ഗ്രാവലും കൊണ്ട് നമുക്ക് ഫ്ലിൻ്റൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഗ്രാവൽ വെച്ചിട്ട് നമുക്കിവിടെ തുറന്നു വരുന്നു. എന്തായാലും രാത്രി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് മൈൻ ചെയ്യാം. നടക്കുള്ളൂ ഇപ്പോൾ നല്ല പേര്. അപ്പോൾ ഒന്നും നോക്കിയിട്ട് നമ്മളങ്ങോട്ട് സെറ്റാക്കി മൈൻ ചെയ്ത് അടാറ് മൈൻ ചെയ്ത് പോകും താഴെ വരത്തിന്. അപ്പം പിന്നെ ഒന്ന് ഇത് സെറ്റാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നോക്ക്, ഞങ്ങളുടെ ക്രാഫ്റ്റിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റോണിൻ്റെ പിക്കാസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പൊളിച്ച് കണ്ട രാവിലെ ഗൈസ്. ഇപ്പോൾ രാവിലെ ഗൈസ് നമ്മൾ മൈൻ ചെയ്ത് രാവിലെ സ്റ്റോൺ അത്യാവശ്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നോക്ക് ഗൈസ്, രാവിലെ നമ്മൾ ഒരു 2 പടിയും കൂടി ഉണ്ടാക്കണമല്ലോ. ഇതറിയില്ല, ഒരു സോഡും കൂടി വേണം. സോഡ് സ്റ്റിക്കില്ല ഗൈസ്. ഇത് നല്ലോണം ടൈം എടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായി വരെ. അപ്പോൾ നമ്മൾ സ്വാഡ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫുഡില്ല, ഹങ്കർ ബാർ കുറഞ്ഞ് നിൽക്കണത്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് തീരെ കമ്മിയാണ് ഗൈസ്. 2 ഹാർട്ടിൽ നിൽക്കണത്. എന്ത് ചെയ്യും നമുക്കറിയില്ല. ഇത് ഏകദേശം ഒരു ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് പവർ വെക്കുക. നമ്മുടെ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് കമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോ സംഭവം ചെയ്യണത്. അത് നമ്മളെ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഗൈസ് ഇതേപോലെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് തുടങ്ങണത്.
അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി ഒന്ന് വർദ്ധിപ്പിച്ചേക്കണം ഗൈസ്. ഓക്കെ, ഇവിടെ പിഗ് നിൽക്കണ്ടേ, നമുക്ക് ഇവന്മാരൊക്കെ തല്ലിയൊക്കെ ഒന്ന് പോർക്ക് ചോപ്പ് എടുക്കാൻ പറ്റും. ഒരു ചിക്കൻ അവിടെ നിൽക്കണ്ടേ, നമുക്കൊന്ന് കോഴി മതി, കോഴിക്കറി, കോഴി ഫ്രൈ ചെയ്ത് കഴിക്കാം നമുക്കൊന്ന്. അത് തന്നെ പന്നി ഫ്രൈ സീനാക്കാം. എൻ്റെ അമ്പോ സെറ്റ്. അത് പന്നീനെ പോലെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു അട്ടാറ് സംഭവമാണ്. ഇത് എവിടെ വെച്ച് നിൽക്കണോ, അവനെ ഞാൻ വെട്ടിയിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഒരു സംഭവം കൊണ്ടത്. ഇവിടെ കണ്ട ഈ ചക്കൻ്റെ ഫാമിലിനെ വിളിച്ചിരുത്തി എന്നെ കൊല്ലാനാണ് പോകുന്നത്, തല്ലി കൊല്ലാൻ വേണ്ടി. ഇവിടെ 5-6 നിൽക്കണ്ടേ. അപ്പം എല്ലാത്തിനും നമുക്ക് വെട്ടിന്ന് ഫ്രൈ ആക്കി കഴിക്കാം. എൻ്റെ മോനെ സെറ്റാക്കും. നമുക്കിനി ഇത് ടോംസിൻ്റെ യൂണിക്കിൻ്റെ ഡാർക്ക് ലെജൻഡ് ഒക്കെ ഒന്ന് പോകണം കഴിച്ചു. അവന്മാർ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അവന്മാരൊപ്പം ഒന്ന് ചെന്നിട്ട് വേണം. ഡാർക്ക് ലെജൻഡ് നമ്മുടെ കൂടെ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ചക്കൻ ജസ്റ്റ് വീഡിയോ എടുക്കാനേ പറഞ്ഞപ്പോൾ ചക്കൻ പന്നി തന്നെ അടിച്ചത് സൂസൈഡ് അറ്റംപ്റ്റാണ്. പന്നീനെ ഒന്ന് കേസിലാക്കും. പക്ഷെ കേസിലാക്കുമ്പോൾ തന്നെ പന്നിയത്തില്ലേ, കാരണം പോർക്ക് ജോബ് ഡ്രോപ്പ് ചെയ്ത് തോന്നുന്നു. അതിനെ ഡ്രോപ്പ് ചെയ്ത് XP കിട്ടി ഗൈസ്, 3 XP. സെറ്റ്. ഇനി ഞാൻ നല്ലൊരു സ്ഥലം കുറച്ചുകൂടി ദൂരെ പോയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യട്ടാ ഗൈസ്. ഇതിനിടയ്ക്ക് കാര്യം പറയാൻ മറന്നോ, നമ്മൾ എൻ്റെ ഇടയ്ക്ക് വെച്ച് ചത്തു ഗൈസ്. നമ്മൾ ഡെഡായി. ഡെഡിലെ ഡോം സ്ലീപ്പ്. അതിന് സ്ലീപ്പിന് ബെഡും കൂടി ഇല്ല, പിന്നെ നമ്മളെന്ത് ചെയ്യാനാ അല്ലേ. അപ്പോൾ രാവിലേക്ക് ആക്കിയിട്ട് ഇവിടെ വുൾഡ് അതിൽ പറ്റില്ല. സ്പൈഡർ പോയി. ഭാഗ്യത്തിന് നമ്മളെ കൊന്നില്ല. ഇത് രാവിലെ ആകുമ്പോൾ ഇതുങ്ങളൊന്നും കൊല്ലില്ല പോകുന്നുണ്ട് സ്പൈഡർ. രാത്രി മാത്രമാണ് നമ്മളെ കൊല്ലാൻ നടക്കണത്. വെയിലൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇവിടെ കാണുന്ന നമ്മളെല്ലാ സാധനത്തിനും നമ്മൾ വെട്ടി നോക്കും. നമുക്കിപ്പോൾ 2 ഊളായിട്ട് ഇതാ നിൽക്കണം 3. അപ്പോൾ അവിടെ കണ്ടവനാരാ, ടോംസ്. അതിനോളം കൊന്നറ പാവം ചക്കന്മാരാ. നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകണോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ കറങ്ങിയടിച്ച് പോയാലോ. ഇവിടെ എങ്ങോട്ടാ തോന്നുന്നു കോർഡിനേറ്റ്സ് തന്നത്. എനിക്ക് കോർഡിനേറ്റ്സ് ഓർമ്മയില്ല ഗൈസ്. അപ്പം ഞാൻ അവന്മാർക്കൊന്ന് ചോദിക്കണം കോർഡിനേറ്റ്സ് എവിടെയാണ്. ഇവിടെ എവിടെ എങ്ങാണ്ട് ഇത് ലാവ പുളി സീന്. കോർഡിനേറ്റ്സ് എഴുതി വയ്ക്കാൻ അങ്ങനെ ഇതാ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ. എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നത് എടുത്തില്ല. അടിച്ചില്ല. ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കൈ കിട്ടിയിട്ട് ഇനി നമുക്കൊരു ഫർണസൊക്കെ ഉണ്ടാക്കി ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം ഗൈസ്. എന്താ ചെയ്യണതിന് പിടിയില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫണ്ണടിച്ച് ഇങ്ങനെ കളിച്ച് കിടക്കണം ഗൈസ്. നമുക്കിനി ഡാർക്ക് ലെജൻഡിനൊന്ന് കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഡു വൺ മോർ തിങ്. ചേക്കന്മാർക്ക് എന്താ സംബന്ധിച്ചത്, ഷുഗർ കെയിൻ പോക്കട്ടെ. എനിക്ക് ഷുഗർ കെയിൻ വേണം ഗൈസ്. വീണ്ടും ലാഗടിച്ച് ഷിറ്റ്. ഈ വെള്ളത്തിലാണ് ഞാൻ ലാഗാണ്. ഷുഗർ കെയിൻ പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. ഓക്കെ, ഷുഗർ കെയിനെല്ലാം നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റാക്കണം. ഷുഗർ കെയിൻ ഒരു വലിയ പീസാണ് എൻ്റെ പ്ലാൻ. ഒരു ദിവസം നമുക്കൊരു അയണാർമൊക്കെ സെറ്റ് ചെയ്യണം. അമ്മമാരുടെ അടുത്ത് നമുക്ക് ഗൈസ് അങ്ങനെ അവിടെ കറങ്ങിയടിച്ച് നമ്മളിത് ഡാർക്ക് ലെജൻഡിൻ്റെ പില്ലേജിൻ്റെ അവിടെ അടുത്തുണ്ട്. ചെസ്സിലൊന്നും കാണില്ല, അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. നമുക്ക് ഇവന്മാരോടെ പോവാട്ടോ. ഇതെന്തായിരുന്നു നോക്കട്ടെ. 15 കോളം ഒരു എമറാൾഡാ. അവിടെ ഒരു കോളം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെടാൻ വെച്ചാൽ 15 കോളം വരെ എമറാൾഡ്. എന്ത് കഷ്ടം. അവർ ബ്രീഡർ ഉണ്ടാക്കാൻ വിളിക്കും കേസ്. ബ്രീഡർ ഉണ്ടാക്കാൻ സെറ്റപ്പ് നോക്കിയിട്ട് വരാം. അപ്പോൾ ബ്രീഡർ ഉണ്ടാക്കണം നമുക്ക് വരണം. പിന്നെ നമ്മളിനിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക, നമ്മൾ കൂടാനുള്ള ചാൻസ് എനിക്ക് കയറും. ഇവിടെ ഒരു ഗൈസ് ഇതാണ് നമ്മളെ ഈ അയൺ ഫാം ഗൈസ്. ഇപ്പം അയൺ ഉണ്ടോ നോക്കട്ടെ. അയൺ ഉണ്ടാവണം. അത് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഉണ്ടായിരിക്കും. 9 നമ്മൾ കുക്ക് ഗൈസ്. അപ്പോൾ അഡ്വാൻസ്മെൻറ്റ് കിട്ടും. ആരുമില്ല നിൽക്കാതെ നമ്മൾ നൈസ് പിടിച്ചാൽ ഞാൻ നടന്നു. അത് നമ്മൾ വെക്കും. വാട്ടർ ബക്കറ്റ് അത് നമ്മൾ വെക്കി.
നമ്മുടെ ഫോണെടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ 10 പോർക്സൊക്കെ നമുക്ക് കുക്ക് ചെയ്യട്ടോ. കുക്കാവട്ടെ, നമുക്ക് ഒന്ന് മുട്ട വയ്ക്കാം. അപ്പം അയൺ ഫാമിലി ലവന്മാർ എന്തോ പരിപാടി നടക്കുന്നുണ്ടല്ലോ. ഈ ട്യൂട്ടോറിയൽ ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് സോംബിനെ നമ്മൾ ബോട്ടിലിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ അയൺ കുളമൊക്കെ സ്പീഡിൽ പോകണം. കാരണം വില്ലേജേഴ്സിനെ സോംബി ഇടിക്കുമ്പോൾ പിന്നെ അയൺ കുളത്തിനൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നൈറ്റ് ഗൈസ്, ഞാൻ എന്താ ഒമാരെ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? 5 പേര് നമ്മുടെ സെർവറുണ്ട് ഗൈസ്. എൻ്റർമാൻ ആൻസൈറ്റ് ആയിട്ട് പോകുന്നു. ഹാൻഡ്സൈറ്റ് സാധാരണ റേഞ്ച് ഗൈസ്. ചെക്കന്മാർ എന്താ പറയുക, സോംബിനെ പോയി കൊണ്ടുപോകേണ്ട പരിപാടിയാണ്. സോംബിനെ കൊണ്ടുപോകാൻ എനിക്ക് ലാഗ് അടിക്കണം. നെറ്റില്ലാത്ത നെറ്റിൻ്റെ റേഞ്ച് കുറവാണ് ഗൈസ്. ഒറ്റ കറക്റ്റാണ് ഷോക സംഭവം. ഗൈസ് നമ്മൾ ഗൈസ് പിന്നെ നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം ഗൈസ്. നമ്മൾ ഓരോന്നായിട്ടോട്ട് എടുത്ത് വയ്ക്കുള്ളൂ. അല്ലാണ്ട് ഇത് ക്രാഫ്റ്റിങ്ങൊന്നും സംഭവം നടക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബെഡ് ഉണ്ടാക്കണം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ സ്പോണിലേക്ക് തന്നെ ഡയറക്റ്റ് പിന്നെ അവിടെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗൈസ്. നമ്മൾ മാക്സിമം ചാവാണ്ട് നോക്കി കളിച്ച് നടക്കുകയാണെങ്കിൽ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. ഞാൻ ബ്രീഡറിലേക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. ബ്രീഡറിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഡേർട്ടൊക്കെ വാങ്ങണം ഗൈസ്. കാരണം ഒന്നാമത് ബ്രീഡർ കംപ്ലീറ്റ് ഡേർട്ടും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അയൺ ഫാമിൽ വന്നൊരു ഇത് ഡേർട്ടും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. സോ നമുക്കും കൂടി ഈ സംഭവം ബ്രീഡറും കൂടി നമുക്കൊന്ന് ഡേർട്ടും കൊണ്ട് ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ ഡേർട്ട് വെച്ച് സെറ്റാക്കണേ. ഇവിടെ ഡേർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കൂടി ഡേർട്ട് വെക്കണം ഗൈസ്. ഡേർട്ട് പറക്കുന്നുണ്ട്. അതേപോലെ പറക്കി നമ്മളധികം ഡേർത്തി കൊണ്ടിരിക്കണം. നമുക്ക് പതുക്കെ നമ്മൾ ചെയ്യണം. നമുക്ക് പെർഫെക്റ്റ് ഒന്ന് ആക്കണം എന്നുണ്ട്. പക്ഷെ ഡേർട്ട് വെച്ച് ചെയ്യുമ്പോൾ അധികം പെർഫെക്ഷൻ വരികയല്ല. അപ്പോൾ കുറച്ചുകൂടെ ടോംസ് 4 പേരല്ലേ? 4 പേരില്ല, ഞാനും കൂടി ഉണ്ട്. എന്നെയും കൂടി കൂട്ടി. അതന്നെ ഡാർക്ക് ലെസൻറ്റ് ആപ്പിനോട് നമ്മളിവിടെ ട്രാപ്പ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പണിതുകൊണ്ടിരുന്നപ്പോൾ ഡാർക്ക് ലെസൻറ്റ് ഇത് അവിടെ പണിത്. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ അങ്ങനെ പൊളിച്ച് ഇവിടെ സെറ്റാക്കി. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നമുക്ക് ഇത് അങ്ങനെ പൊളിച്ച് പോകാം. ഞാനാണെങ്കിൽ ടോംസിൻ്റെ അടുത്ത് ഒരു 2 കമ്പോസ്റ്റും 3 ബെഡും കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ടോംസിൻ്റെ അടുത്തല്ല, ഞാൻ പൊതുവായിട്ട് ചോദിച്ചാൽ ആരെങ്കിലൊക്കെ കൊണ്ടുപോകുന്ന പിന്നെ നമ്മൾ തന്നെ നെട്ടോട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് ക്യാരറ്റ് കാണുന്നത്. ക്യാരറ്റ് കണ്ടിട്ട് 2 വില്ലേജറിനെ കൊണ്ടുവന്നല്ലോ. അതാകുമ്പോൾ ഇവർ തന്നെ ഇങ്ങനെ കമ്പോസ്റ്റ് വയ്ക്കുമ്പോൾ കൃഷി ചെയ്ത് ഇവർക്കുള്ള തന്നെ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റാകും. നമ്മൾ ക്രാഫ്റ്റിനെ നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇതും കൂടി ഒന്ന് ഹോ ചെയ്യാം. കേവലം സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊരു കമ്പോസ്റ്റർ ഇത് ഇവിടെ വയ്ക്കാം. അടുത്ത് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് തന്നെ വയ്ക്കാം. ഇതാവും പറ്റിച്ച് എടാ 2 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് 1 എണ്ണം കൊണ്ടുവരുന്നു. കുഴപ്പമില്ല, നമുക്ക് വേറെ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ മലയാളി ക്രീപ്പർ.